ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന BS6 അടവും. അതിൻ്റെ മൊത്തത്തിലുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് ഇപ്പോൾ ചെയ്തേക്കുന്നത് ഇപ്പോൾ ടയർ ചേസ് ഞാൻ തട്ടിക്കൂട്ട് പരിപാടി ചേസ് പരിപാടി ചെയ്തിട്ട് ഇത് ഇപ്പോൾ കണ്ട കാര്യം എന്ന് വെച്ചാൽ ഷോക്ക് വരും. ഷോക്കിന് നല്ല കാണിച്ചത്. ഇത് ടയർ ഇനി ഇതിനകത്ത് ഒന്നും നമ്മൾ നോർമലി കണ്ട ഈ ഒരു മോഡലല്ലാതെ നമുക്ക് വീൽ കപ്പ് ഇടാനാണ് ഞാൻ. പിന്നെ ഇത് സ്റ്റിയറിംഗ് സിസ്റ്റം എങ്ങനെയാണ് ഞാൻ കാണിച്ചിട്ടാണ്. സ്റ്റിയറിംഗ് സിസ്റ്റം കണ്ട നല്ല കാണിച്ചില്ല. ഇത് കണ്ട, ഇത് കണക്കൊരു സ്ട്രൈറ്റ് ആയിട്ട്, ഇതിപ്പോൾ എനിക്ക് ലെങ്ത് കുറഞ്ഞതാണ്, ഞാൻ നോക്കി ലെങ്ത് ഒന്നും തളാൻ പറ്റാത്ത സ്ട്രൈറ്റ് ആയിട്ടൊരു 2 ഷീറ്റ് ഫോം ഷീറ്റ് എടുക്കണം. 2 അല്ലെങ്കിൽ 3 ഷീറ്റ് ഫോം ഷീറ്റ് എടുത്തിട്ട് ഇതിനൊക്കെ 2 പീസ് എടുക്കണം. 2 സൈഡിലായിട്ട് 2 പാർട്ടായിട്ട് എടുത്തിട്ട് സെൻറ്ററിൽ ഒരു എച്ച് പോലെ, അതിന് ഇവിടെ നമുക്ക് വേണമെങ്കിൽ കട്ടിക്ക് വേണമെങ്കിൽ വയ്ക്കാം. അങ്ങനെ ഇതിനൊക്കെ എച്ച് പോലെ വെച്ചിട്ട് സെൻറ്ററിൽ ഇതിനൊക്കെ എന്താ ഒരു 2 ഫോം ഷീറ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ബെയറിങ് ഇടാൻ വേണം ഒരു പെൻസിലെങ്ങാണ്ട് എടുത്ത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കണക്ട് ചെയ്യണം. ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഈ ബെയറിങ് സെറ്റാവും. ഇങ്ങനെ സെറ്റാവും. പിന്നെ അതാണ് ഇവിടെ ഇതിനകത്ത് ഞാൻ നേരെയല്ല വെച്ചിരുന്നത്, അത് കാരണം എന്താ ഇവിടം വെച്ച് അങ്ങ് ഒടിഞ്ഞാൽ പോയി. അപ്പോഴത്തേക്ക് ഞാൻ ചെറിയ ഇപ്പം അതിനിടെ ട്യൂബ് കട്ട് ചെയ്തിട്ട് തീയിട്ട് ഉരുക്കി സെറ്റ് ചെയ്തത്. പക്ഷെ എന്നാലും നല്ല സ്മൂത്തായിട്ട് കയറാൻ. പിന്നെ ബാക്കി അറിയാമല്ല, ഇത് കണക്ക് ഒരു ലിവർ സെറ്റ് ചെയ്യണം. ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 മുള്ളാണി എടുക്കുക. ഇതൊരു മുള്ളാണി വെച്ചാണ് ഇവിടെ സെറ്റ് ചെയ്യണം. കണ്ടോ, ഇത് കണക്ക് വീണ്ടും 2 മുള്ളാണി എടുത്തിട്ട് ഒരു കണക്ക് ലിവർ സെറ്റ് ചെയ്യണം. ഇതിൽ ഒട്ടിച്ചങ്ങ് വയ്ക്കരുത്. ഒട്ടിച്ച് വെച്ചാൽ ഇത് വർക്കാവില്ല. കണ്ടോ, ഇത് കണക്ക് തന്നെ ഇരിക്കണം. ഇത് കണക്കിരുന്നാൽ ഇങ്ങനെ ഇരുന്നാൽ ഇത് നല്ല വർക്കാവും. കണ്ട ടയർ ഇതാണല്ലേ, ഇതാണ് കാര്യം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അത് കണക്കത് അപ്പുറത്തെ ഇനി ഇത് കണക്ക് ടയർ ഇടണം. വീൽ കപ്പ് ഇത് റിമ്മിടണം, ടയർ റിമ്മിലിടണം. സോറി. പിന്നെ പറയാനുള്ളത് എന്താ, ഇതെനിക്ക് ചെറിയ മിസ്റ്റേക്ക് വന്നു. ഈ വണ്ടി പണിയാൽ മൊത്തത്തിൽ ഒരു മിസ്റ്റേക്കായിരുന്നു. ഈ ടയർ ഒന്നാമത്തെ ടയർ വലുതായിരുന്നു, മോശം കണക്കിരിക്കുന്നു. അപ്പോഴത്തേക്ക് ഇത് ചെറുതായിരുന്നു, ഇത്തിരി നീളം കൂടുതലായിരുന്നു വീസ ഭാഗത്തിൽ. അപ്പോൾ ഇത് ഞാൻ ഇതിപ്പോൾ എക്സ്ട്രാ പീസ് കട്ട് ചെയ്ത് ലെവൽ ചെയ്തതായിരുന്നു. ലെവൽ ചെയ്തിട്ട് ഇതിനൊക്കെ സെറ്റ് ചെയ്ത് ചെറിയ ഫോം ഷീറ്റ് കട്ട് ചെയ്ത്. ഡോറിൻ്റെ ആയിട്ട് നമുക്ക് പിന്നെ പറയാം. എനിക്ക് ഇത് ടയറൊക്കെ എനിക്ക് എല്ലാം കുളമായി. ഞാൻ പറഞ്ഞായിരുന്നു വലുതായാണ്. ടയറൊക്കെ അത് തന്നെ കട്ട് ചെയ്ത് ശരിയാക്കിയതാണ്. അപ്പം ഇത് ഇനി ബാക്ക് പോർഷൻ നല്ല ചെയ്യണം. ഞാൻ നല്ല കാണിച്ചു തരാം. ഇതാണ് ബാക്ക് ഭാഗത്തിലെ ഒരു ഇത്. ഇനി ഇവിടെയൊക്കെ ഒരു ഡീറ്റെയിൽ ചെയ്യണം, ഇവിടെ ഒരു ഡീറ്റെയിൽ ചെയ്യണം. ഇനി ഇതൊക്കെ ഒന്ന് സെറ്റാക്കണം. ഇനി ഇവിടെ ഈ ഇവിടെ ഇരിക്കുന്ന ഗ്ലാസിൻ്റെ അതൊക്കെ ശരിയാക്കണം. ഇവിടെ ലൈറ്റും പിന്നെ ഇവിടെ ആയിരിക്കും നമ്മുടെ ബാറ്ററിയൊക്കെ വരുന്നത്. അതായത് ഈ ലൈറ്റിൻ്റെ ബാറ്ററിക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്ന ആ ലൈറ്റിൻ്റെ ഇതും ഫ്രണ്ടിലെ ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റും ഇവിടുത്തെ ലൈറ്റിൻ്റെ എല്ലാ ബാറ്ററിയുടെ കണക്ഷനൊക്കെ വരുന്നത് ഇവിടെ ആയിരിക്കും. പിന്നെ ഇവിടെ ഒടിഞ്ഞു പോയതാണ്, ഇതൊക്കെ ശ്രദ്ധിക്കണം. ഈ സാധനം ഇവിടെ ഒടിഞ്ഞു പോയതുകൊണ്ട് ഉണ്ടോ, ഇവിടൊക്കെ ഒരു പീസ് പിന്നെ കട്ട് ചെയ്ത് വയ്ക്കുക. ഇനി ഇത് ബാക്കി പണിയാണ്. പിന്നെ ഡോറ് ഇതിനൊക്കെ ടേപ്പ് ഇത് കണക്ക് കട്ട് ചെയ്ത ഭാഗത്ത് ഒരു ടേപ്പ് ഇങ്ങനെ നിരത്തി ഒട്ടിച്ചിട്ട് അത് കണക്ക് ഈ ഒരു ഇത്ര എൻഡിനൊരു ടേപ്പ് ഇങ്ങനെ ഒട്ടിക്കുക. അപ്പോഴത്തേക്ക് ഇത് അങ്ങോട്ടേക്ക് ഉണ്ടാകും. അതാണ് ആ ഒരു മെക്കാനിസം. പിന്നെ പ്ലാറ്റ്ഫോം ഉണ്ടാകും. പ്ലാറ്റ്ഫോം ഇങ്ങനെ ചെയ്യും.
നല്ല കാണിച്ചിട്ട് ഉണ്ടോ, ഇതാണ് പ്ലാറ്റ്ഫോം ചെയ്യണം. ഇത് കണ്ട ഇവിടെയും കൂടെ ചെയ്യണം. ഇതിൻ്റെ പകുതിയെ വരും, അതുകൊണ്ടാണ് ഇത് നല്ലല്ലോ കട്ട് ചെയ്യാൻ. അത് നമുക്ക് കണ്ട ഇവിടെ വെച്ച് വരാം. മതി, ഇത്രയേ വരും പ്ലാറ്റ്ഫോം. ഇവിടെ തൊട്ടായിരിക്കും നമുക്ക് തുടങ്ങുന്ന ക്യാബിൻ. ഇവിടെ തൊട്ട് ഇങ്ങനെയാണ് ക്യാബിൻ തുടങ്ങുന്നത്. BS6-ൻ്റെ കാര്യം എന്ന് വെച്ചാൽ ക്യാബിൻ വലുതായതുകൊണ്ട് ഇനി ഇതൊക്കെ നല്ല ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഞാൻ. മുകളിൽ ടോപ്പ് ലൈറ്റ്, അത് ഇവിടെ ഇടയ്ക്ക് വെച്ച് ഈ വണ്ടി മൊത്തത്തിൽ ഇങ്ങനെ അനിയത്ത് കയറിയിരുന്ന് പൊടിഞ്ഞു പോയി. അപ്പോഴത്തെ അത് സെറ്റ് ചെയ്ത് പൊട്ടിച്ചതാണ്. ഇനി ഇത് ഡോറിൻ്റെ വർക്ക് ഞാൻ ചെയ്തേക്കുന്ന അല്ലാണ്ട് പിടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിടി ഒരു കൊച്ചു പിടി വെച്ച് ഇങ്ങനെ പിടിച്ചങ്ങ് എനിക്ക് പിടിച്ച് തുറക്കാം. അങ്ങനെ ഇങ്ങനെ എനിക്ക് നല്ല കാണിച്ചത്. പിന്നെ പിടി പിടിച്ച് ഇങ്ങനെ തുറക്കാം. ഇത് ഈ നമ്മൾ ആ ഡോറിൻ്റെ താഴോട്ട് ഒരു മുള്ളാണി വെച്ച് ഇറക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ ലിവർ കൊടുത്തിട്ട് ഉണ്ട് ഒരു ചെറിയ മുട്ട സൂചി ഇതിനൊക്കെ ഒട്ടിച്ചൊരു ചെറിയൊരു വിജാഗിരി പോലെ അതിട്ടുണ്ടെങ്കിൽ കണ്ട ആ മുട്ട സൂചിയുടെ ഇതാണ്. ഇങ്ങനെയാണ് ഇതിങ്ങനെയാണെങ്കിൽ ഇതിങ്ങോട്ട് വരികയും ചെയ്യും. അങ്ങനെയാണ് ഡോറിൻ്റെ ഈ മെക്കാനിക്സ് ഇതിനൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ഫോം ഷീറ്റ് കണ്ട, ഇത് ഫോം ഷീറ്റിൻ്റെ ആ പണി തന്നെ ഇവിടെ. പിന്നെ കൊട്ടിയുള്ളത് വെച്ച് നോക്കണം. കട്ടി കുറഞ്ഞത് ചെയ്ത് കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും പെട്ടെന്ന്. ഇതിലൊക്കെ ഒരു ഫോം ഷീറ്റ് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സൂചി ഇങ്ങനെ താഴോട്ടിറക്കിയിട്ട് അല്ലാതെ ഒരു വേറൊരു ഫോം ഷീറ്റ് വെച്ചാണ് ഇത് കൊടുത്തേക്കുന്നത്. പിന്നെ സൈഡൊക്കെ ഗ്ലബിൻ്റെ കുപ്പിയുടെ പീസ് വെച്ച് കട്ട് ചെയ്ത് ഒട്ടിച്ചേക്കാം. അല്ലെങ്കിൽ ബാക്കി ഒട്ടിക്ക് സെറ്റ് ചെയ്യുക, എല്ലാം സെറ്റ് ചെയ്യണം. അങ്ങനെ ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റൂഫ് പണിയണം. ഇവിടെ തന്നെ ഹോൾ ഇടണം. പിന്നെ ഇവിടെ ആ ഒരു ലെങ്ത്തിനൊരു സാധനം കാണണം. ഇതാണല്ലേ ആ ലെങ്ത്തിന് ഇങ്ങനെ സെറ്റ് ചെയ്യണം. ഇങ്ങനെ ഇത്രയും പണിയായിട്ടുണ്ട്. ഇതിപ്പോൾ പൊട്ടിപ്പോയതാണ്. ഇത് ഗ്ലാസ് ഇടണം. ഞാൻ ക്യാബിൻ മാത്രമേ ചെയ്യൂ. ഇവിടുത്തെ ഈ ക്യാബിൻ മാത്രമേ എനിക്ക് ബാക്കി ഇതൊന്നും വിസിബിൾ അല്ല. അത് ഡോർ സീറ്റ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വേറൊരു മോഡലായിട്ടിത് സെഡോൺ സ്ട്രക്ചർ ഇതാണ് സ്ട്രക്ചർ. ഇപ്പം ഓടിച്ച് കാണിച്ചിട്ട് ഇവിടെ ഓടുന്നില്ല. ടയർ കണ്ട, ടയർ ഇങ്ങനെ ഒരു കമ്പ് വെച്ചിട്ട് സെറ്റ് ചെയ്തത്. ഇത് സ്റ്റീലിൻ്റെ ഇത് വെച്ച് സെറ്റ് ചെയ്ത് ഇതെല്ലാം സൂപ്പറായിട്ട് ഓടിക്കുന്നു. വളച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ BS6 സെഡോൺ.